Hello Makale, one of most repeated NEET PYQ on the screen, and the question is number of chromosome present in secondary spermatocyte is. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു സ്ട്രക്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ. എന്താണ് സ്ട്രക്ചർ? ആ ഒരു സ്പെമാറ്റോജെനസിസ് എന്നൊരു പ്രോസസ് ഇല്ല, ആ പ്രോസസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കറിയാം സ്പെമാറ്റോഗോണിയ. ഓക്കെ, സ്പെമാറ്റോഗോണിയയിൽ നിന്ന് പ്രൈമറി സ്പെമാറ്റോസൈറ്റ് ആണ് ഫസ്റ്റ്ലി ഫോം ചെയ്യുന്നത്. പ്രൈമറി സ്പെമാറ്റോസൈറ്റ്സ് ആൻഡ് എന്താണ് ദി സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ ദി പ്രൈമറി സ്പെമാറ്റോസൈറ്റ് ഇൻ ദി മിയോട്ടിക് ഡിവിഷൻ ആണ് അല്ലേ. സോ ഇവിടുന്ന് എന്താ സംഭവിക്കുന്നത്? മിയോസിസ് ആണ് സംഭവിക്കുന്നത്. മിയോസിസ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡക്ഷൻ ഡിവിഷൻ ആണ്. റിഡക്ഷൻ ഡിവിഷൻ മീൻസ് എന്താണ്? ടു ഈക്വൽ അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാണ് ക്രോമസോം നമ്പർ അല്ലേ. ഈക്വൽ ഹാഫ് ആയിട്ട് റെഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ സ്പെമാറ്റോഗോണിയ എന്ന് പറയുമ്പോൾ ഇവിടെ 46 ക്രോമസോംസ് ഉണ്ട്. പ്രൈമറി സ്പെമാറ്റോസൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അഗെയിൻ 46 ക്രോമസോം ആണ്. ബിക്കോസ് ഇവിടെ ക്യാരി ഔട്ട് ചെയ്തത് എന്താണ്? മൈറ്റോസിസ് ആണ്. ഓക്കെ, മൈറ്റോസിസ്. ആൻഡ് നെക്സ്റ്റ് എന്താ മക്കളെ വരുന്നത്? നെക്സ്റ്റ് പ്രൈമറി സ്പെമാറ്റോസൈറ്റ്സ് മിയോസിസ് ആണ് ഇവിടെ നടന്നത്. മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഡിവിഷൻ ആണ്. സോ അതെന്താണ് ഫോം ചെയ്തത്? സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ് ആണ് ഫോം ചെയ്തത്. സ്പെമാറ്റോസൈറ്റ്സ്. ഓക്കെ, ആൻഡ് സെക്കൻഡറി സ്പെമാറ്റോസൈറ്റിൽ നിന്ന് എന്താണ് ഫോം ചെയ്യുന്നത്? സ്പെമാറ്റിഡ് ആണ് ഫോം ചെയ്യുന്നത്. സ്പെമാറ്റിഡ്. സോ നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നുണ്ട്. നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നമ്പർ ഓഫ് ക്രോമസോം പ്രസന്റ് ഇൻ സെക്കൻഡറി സ്പെമാറ്റോസൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിഡക്ഷൻ ഡിവിഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 23 ക്രോമസോംസ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി 23 is the right answer. Okay.